നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ ഒരു അട്ടിമറി തോൽവിയാണ് യൂറോപ്യൻ വമ്പന്മാരായ ഇംഗ്ലണ്ടിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഐസ്ലാൻഡ് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, യൂറോ കപ്പിലെ കിരീട ഫേവറേറ്റുകളാണ് ഇംഗ്ലണ്ട്. താരസമ്പന്നമായ നിര ഇറങ്ങിയിട്ടും ഈ ഒരു തോൽവി അവർക്ക് വഴങ്ങേണ്ടി വന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ പരിശീലകനും അതുപോലെ തന്നെ താരങ്ങൾക്കും ഏൽക്കേണ്ടി വരുന്നുണ്ട്. പരിശീലകനായ ഗാരറ്റ് സൗത്ത്ഗേറ്റ് യൂറോ കപ്പിനുള്ള 33 അംഗ സ്ക്വാഡായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. അതിൽ നിന്ന് പിന്നീട് 7 താരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് 26 താരങ്ങളാക്കി ചുരുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്ഥാനം നഷ്ടമായ ഒരു വ്യക്തിയാണ് ഹാരി മഗ്വയർ. പക്ഷെ പരിക്ക് കാരണമാണ് അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടമായിട്ടുള്ളത്. പരിക്ക് കാരണം അദ്ദേഹത്തിന് ഇത്തവണത്തെ യൂറോ കപ്പിൽ കളിക്കാൻ കഴിയില്ല എന്നുള്ളത് നേരത്തെ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും ഹാരി മഗ്വയർ കഴിഞ്ഞ ഐസ്ലാൻഡിനെതിരെയുള്ള മത്സരത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല എന്നത് ഇംഗ്ലീഷ് ഇതിഹാസമായ വെയിൻ റൂണി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഹാരി മഗ്വയർ ഇല്ലാത്തത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. റൂണിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കഴിഞ്ഞ മത്സരത്തിൽ പ്രതിരോധ നിരക്ക് ഒരു ഇണക്കം ഇല്ലായിരുന്നു. എക്സ്പീരിയൻസിന്റെ കുറവ് അവിടെ നന്നായി കാണുന്നുണ്ടായിരുന്നു. പരിശീലകൻ അത് പരിഹരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് മികച്ച അറ്റാക്കിംഗ് താരങ്ങൾ ഇംഗ്ലണ്ടിനുണ്ട്. പക്ഷെ ഡിഫൻസ് കൂടി നമ്മൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഇംഗ്ലണ്ട് ദേശീയ ടീമിൽ ഹാരി മഗ്വയറുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നത് വ്യക്തമായ ഒരു മത്സരമാണ് ഇത്. അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അഭാവം അത് വളരെ വലിയ ഒരു നഷ്ടം തന്നെയാണ്, തിരിച്ചടി തന്നെയാണ്. ഇതാണ് ഇപ്പോൾ വെയിൻ റൂണി പറഞ്ഞിട്ടുള്ളത്. ജൂൺ 17-ാം തീയതിയാണ് ഇംഗ്ലണ്ട് യൂറോ കപ്പിലെ ആദ്യ മത്സരം കളിക്കുക. എതിരാളിയായി കൊണ്ടുവരുന്നത് സെർബിയയാണ്. അതിനുശേഷം ഡെൻമാർക്ക്, സ്ലൊവാനിയ എന്നിവർക്കെതിരെയാണ് ഇംഗ്ലണ്ട് പിന്നീട് ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.